രാജ്യത്ത് ബുൾഡോസർ രാജ് സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരെ എങ്ങനെയാണ് നേരിടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണം പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒറ്റയടിക്ക് 50ഓളം JCBകളും ഹിറ്റാച്ചുകളും ചേർന്ന് തകർത്ത് കളഞ്ഞത് 8500 വീടുകളാണ്. ഒരു വീട്ടിൽ 2 പേരെങ്കിലും വെച്ച് കണക്കാക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് 17,000 മനുഷ്യരെയാണ് നമ്മുടെ ഈ സമത്വ സുന്ദര ഭാരതം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. ചോദിക്കാൻ ആരും വരില്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും മുന്നോട്ട് വരില്ല. രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കലാണ്. പതിറ്റാണ്ടുകളായി ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ എന്തിൻ്റെ പേരിലായാലും തെരുവിലേക്ക് ഒരു ഭരണകൂടം വലിച്ചെറിയുന്നത് എങ്ങനെയാണ്? ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് 8500 ചെറുതും വലുതുമായ വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തു കളഞ്ഞത്. അഹമ്മദാബാദിലെ ചന്തോള തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശത്താണ് ഈ കൂട്ട കുടിയൊഴിപ്പിക്കൽ നടന്നത്. വീട് നഷ്ടപ്പെട്ടവരിൽ മുസ്ലിങ്ങൾക്ക് പുറമെ സാധാരണക്കാരായ ഹിന്ദുക്കളുമുണ്ട്. ബംഗ്ലാദേശികളാണെന്നും കുടിയേറ്റക്കാരാണെന്നും ആരോപിച്ചാണ് പൊളിക്കൽ നടന്നത്. എന്നാൽ പ്രദേശത്തെ താമസക്കാർക്ക് ആധാറും വോട്ടർ ID കാർഡുകളുമുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. 10,000-കണക്കിന് മനുഷ്യരെയാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ AMC ബുൾഡോസർ രാജിലൂടെ പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞത്. ചന്തോളയിലെ ജനസാന്ദ്രത കൂടിയ പ്രദേശത്താണ് കോർപ്പറേഷന്റെ ഈ നടപടികൾ ഉണ്ടായത്. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച 2 മുറികളുള്ള ചെറിയ കുടിലുകൾ മുതൽ കോൺക്രീറ്റ് വീടുകൾ വരെ പൊളിച്ചു മാറ്റിയവയിലുണ്ട്. ഈ മാസം ആദ്യം ആരംഭിച്ച പൊളിക്കലിന്റെ 2ാം ഘട്ട പൊളിറ്റിക്കൽ പ്രക്രിയയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയത്. മുമ്പും ആരാധനാലയങ്ങളും വീടുകളും ഇവിടെ തകർത്ത് കളഞ്ഞിരുന്നു. വീടുകൾ പൂർണ്ണമായും നിലംപൊത്തിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർ വീടില്ലാത്തവരായി അനാഥരായി തെരുവിൽ നിൽക്കുകയാണ്. പ്രദേശത്ത് റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ ഭൂരിഭാഗവും ആധാറും വോട്ടർ ID കാർഡുകളുമുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു. ഇവരുടെ ഈ ആരോപണത്തിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. ചന്തോള തടാക പ്രദേശത്ത് കയ്യേറ്റമെന്ന് കണക്കാക്കിയ 8500 വീടുകൾ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയതായും പതിറ്റാണ്ടുകളായി അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്ന 2.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്രദേശം മോചിപ്പിച്ചു എന്നുമാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ സംഭവത്തിൽ നൽകുന്ന വിശദീകരണം. ചന്തോള തടാകത്തിന് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പൊളിക്കലെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുന്നു. മെയ് 20 നടന്ന 2ാം ഘട്ടത്തിന്റെ ആദ്യ റൗണ്ടിൽ ഉദ്യോഗസ്ഥർ 9 പള്ളികൾ പ്രദേശത്ത് നിന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. 2ാം ഘട്ട പ്രവർത്തനത്തിൽ ഇതുവരെ ഏകദേശം 2.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമിയിലാണ് പൊളിക്കൽ നടന്നത്. 50ഓളം JCBകളും ഹിറ്റാച്ചികളും പൊളിക്കലിനായി ഉപയോഗിച്ചു. 25 SRP ടീമുകൾ ഉൾപ്പെടെ 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് കാവൽ നിർത്തിയാണ് ഈ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത്. വീടുകൾ തകർത്ത പ്രദേശങ്ങളിലെ കൂടുതൽ കയ്യേറ്റങ്ങൾ തടയുന്നതിനായി പ്രദേശത്ത് മതിലുകൾ കെട്ടിത്തിരിക്കുമെന്നും സംരക്ഷിക്കുമെന്നും അധികൃതർ പറയുന്നു. എന്നാൽ കുടിയിറക്കപ്പെട്ട മനുഷ്യർ എവിടെ പോകുമെന്ന് പറയാൻ മാത്രം ഒരു അധികൃതരും ഇല്ല.